നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എന്തായാലും ആദ്യം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാധ്യമങ്ങളും സമൂഹവും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഒരു നിർണായക അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. അതും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിൻ്റെതായിരുന്നു. കോടതിയുടെ വിമർശനം SIT സംഘം ഏറെ കേട്ട അല്ലെങ്കിൽ പഴികേട്ട ഒരു വ്യക്തി, അദ്ദേഹത്തെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ തിങ്കളാഴ്ചയായിരുന്നു SIT സംഘത്തോട് കോടതി തന്നെ ചോദിച്ചത്. എന്തായാലും ഏറ്റവും ഒടുവിൽ അറസ്റ്റ് നടന്നു. ഇന്ന് ഈ റിമാൻഡ് നടപടികൾ നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹത്തെ ഇപ്പോൾ ചികിത്സയിലുള്ള ആശുപത്രിയിൽ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാനുമുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വളരെ നിർണായകമായിട്ടുള്ളൊരു ചർച്ച, അല്ലെങ്കിൽ ഈ ജോസ് കെ മാണി മുന്നണി മാറ്റം ഉണ്ടാകും എന്നതടക്കമുള്ള ചർച്ചകൾ അന്തരീക്ഷത്തിലുണ്ടായിരുന്നു. കോൺഗ്രസ് നേതൃത്വവുമായി ജോസ് കെ മാണി ചർച്ച നടത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇങ്ങനെ പുറത്ത് വരികയുണ്ടായി. പക്ഷേ ഏറ്റവും ഒടുവിൽ ജോസ് കെ മാണി തന്നെ പറഞ്ഞു, ഞങ്ങൾ രണ്ടില എന്തായാലും രണ്ടാകില്ല, മാത്രമല്ല രണ്ടില ഇടതുപക്ഷത്തോട് തന്നെ ചേർന്ന് നിൽക്കും എന്നൊരു നിലപാട് അറിയിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വരുന്നതും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. പക്ഷേ നാളെ നിർണായകമായിട്ടുള്ള കേരള കോൺഗ്രസിൻ്റെ യോഗം നടക്കുകയാണ്. ആ യോഗത്തിൽ ഇനി മറ്റെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമോ, അല്ലെങ്കിൽ അംഗങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായി ഈ മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നൊക്കെ ഇനി അറിയേണ്ടതുണ്ട്. അതുമാത്രവുമല്ല, ഈ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ മാറ്റിവെച്ചാൽ തമിഴ്നാട്ടിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇളയ ദളപതി അല്ലെങ്കിൽ വിജയ ആരാധകരുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഈ ജനനായകൻ ചിത്രം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്യണമെന്ന്. അതിങ്ങനെ നീണ്ടു പോവുകയാണ്. പൊങ്കൽ കഴിഞ്ഞാലും അത് നടക്കില്ല എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ നിൽക്കുന്ന വേളയിലാണ് ഇന്ന് ഈ നിർമ്മാതാക്കൾ നൽകിയ ഹർജി, മദ്രാസ് ഹൈക്കോടതി വിധിക്കെതിരെ സെൻസർ സർട്ടിഫിക്കറ്റ് നിഷേധിച്ചതിനെതിരെ നിർമ്മാതാക്കൾ നൽകിയ ഹർജി ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരുന്നു. കോടതി എന്ത് നിരീക്ഷണം നടത്തും, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു വിലയിരുത്തലായിരിക്കും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്നത് എന്നത് ഇന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഇനി ഈ രാഷ്ട്രീയ വാർത്തകളൊക്കെ തന്നെ മാറ്റിവെച്ചാൽ എല്ലാവരും, അതായത് കലാകേരളം, നമ്മുടെ എല്ലാ സാംസ്കാരിക കേരളം കാതോർത്തിരിക്കുന്നത്, അറിയാനായിട്ട് ആകാംക്ഷയോടെ ഇരിക്കുന്നത് ഈ ശക്തൻ്റെ തട്ടകത്തിൽ നിന്നുള്ള കലാമാമാങ്കത്തിൻ്റെ വിശേഷങ്ങൾ തന്നെയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ കലാമേളയുടെ കാഹളം മുഴങ്ങി. അതുമുതൽക്ക് തന്നെ സാംസ്കാരിക കേരളത്തിൻ്റെ കണ്ണും ചെവിയും എല്ലാം കൂർപ്പിച്ച് എല്ലാവരും തൃശ്ശൂരിലേക്ക് നോക്കി നിൽക്കുകയാണ്. ആവേശവും പോരാട്ട വീര്യവും ഒട്ടും തന്നെ ചോരുന്നില്ല. ഈ കുട്ടി കലാകാരന്മാർ ഇങ്ങനെ കളം നിറയുമ്പോൾ പോയിന്റ് നിലയിലുള്ള ഒരു വ്യത്യാസം നമ്മൾ കാണേണ്ടതുണ്ട്. കോഴിക്കോടും കണ്ണൂരും തമ്മിൽ വലിയ ആവേശ പോരാട്ടം തുടരുകയാണ്. ഇന്ന് എന്തൊക്കെ മത്സരങ്ങളാണ് വിവിധ വേദികളിൽ അരങ്ങേറും എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അങ്ങനെ നിരവധി വാർത്തകളുണ്ട്. എല്ലാം നമുക്ക് വിശദമായി നോക്കാം. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും നാസയുടെ SpaceX Crew 11 ദൗത്യ സംഘം ഭൂമിയിലേക്ക്. നിലയത്തിൽ നിന്നുള്ള അൺഡോക്കിംഗ് പൂർണ്ണം. ഡ്രാഗൺ പേടകം വേർപെട്ടു. ഉച്ചയ്ക്ക് 2:11 കാലിഫോർണിയ തീരത്തെ കടലിൽ ഇറങ്ങും. കാലാവധി തീരും മുൻപ് സംഘം മടങ്ങുന്നത് ഒരംഗത്തിന് നേരിട്ട ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന്. കൗരവ ചക്രവർത്തി ദുര്യോധനൻ. കണ്ടാൽ തന്നെ അറിയാലേ ഒരു ചക്രവർത്തിയാന്ന്. കൂടെ ആരാ ഉള്ളത്? അംഗരാജാവ് കർണൻ. സാംസ്കാരിക നഗരിയിൽ കലോത്സവ ലഹരി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആവേശ പോരാട്ടം. പോയിന്റ് നിലയിൽ കണ്ണൂരും കോഴിക്കോടും മുന്നിൽ, പിന്നാലെ തൃശൂരും പാലക്കാടും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിന്റെ റിമാൻഡ് നടപടികൾ ഇന്ന്. വിജിലൻസ് കോടതി ജഡ്ജി ആശുപത്രിയിലെത്തി നടപടികൾ പൂർത്തിയാക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയേക്കും. റിമാൻഡ് റിപ്പോർട്ട് ഇന്ന് കൊല്ലം കോടതിയിൽ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ നൽകിയ ഹർജികളിൽ സുപ്രീം കോടതിയിൽ വാദം തുടരുന്നു. CPM, CPI, കോൺഗ്രസ് പാർട്ടികളും ഹർജിക്കാർ. നടപടികൾ അന്തിമഘട്ടത്തിലെത്തിയെന്നും ഒരു കാരണവശാലും നീട്ടരുത് എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേന്ദ്ര സർക്കാർ പൗരത്വം തീരുമാനിക്കും വരെ ഒരു വ്യക്തിയുടെ വോട്ടവകാശം തടയാൻ കഴിയുമോ എന്ന് കമ്മീഷനോട് സുപ്രീം കോടതി. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് തീരും. ഉച്ചയ്ക്ക് ശേഷം തിരുവല്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. കോടതി പരിസരത്ത് സുരക്ഷ ശക്തമാക്കും. തുടർ കസ്റ്റഡി ആവശ്യപ്പെടില്ലെന്ന് SIT. ജാമ്യ ഹർജി നാളെ പരിഗണിക്കും. വിജയ് ചിത്രം ജനനായകൻ റിലീസ് ചെയ്യാൻ വഴിയൊരുങ്ങുമോ എന്നതിൽ ഇന്ന് നിർണായകം. ചിത്രത്തിന് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നത് തടഞ്ഞ മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവിനെതിരെ നിർമ്മാതാക്കൾ നൽകിയ ഹർജി സുപ്രീം കോടതിയിൽ. തടസ്സ ഹർജിയുമായി സെൻസർ ബോർഡ്.
ISS ചരിത്രത്തിൽ ആദ്യമായി ദൗത്യം പാതിവഴിയിൽ ഉപേക്ഷിച്ച് ക്രൂ 11 സംഘം ഭൂമിയിലേക്ക് തിരിച്ചു. അൺഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. ബഹിരാകാശ നിലയത്തിൽ നിന്നും പുലർച്ചെ 3:30 പേടകം വേർപെട്ടു. 10 മണിക്കൂർ യാത്രയ്ക്കൊടുവിൽ ഭൂമിയിലെത്തും. ഉച്ചയ്ക്ക് 2:11 പേടകം കടലിൽ പതിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ദൗത്യസംഘത്തിലെ ഒരു അംഗത്തിന്റെ ആരോഗ്യനില വഷളായത് കാരണമാണ് ദൗത്യം പാതിവഴിയിൽ നിർത്തി ക്രൂ 11 മടങ്ങാൻ കാരണം. നാസയുടെ സെന കാട്ട്മാൻ, മൈക്ക് ഫിൻകെ, ജാക്സയുടെ കിമിയ യുയി, റോസ്കോസ്മോസിന്റെ ഒലഗ് പ്ലാറ്റനോവ് എന്നിവരടങ്ങുന്ന 4 അംഗ സംഘമാണ് മടക്കയാത്ര ആരംഭിച്ചത്. 6 മാസത്തെ ദൗത്യത്തിനായി കഴിഞ്ഞ ഓഗസ്റ്റിൽ പുറപ്പെട്ട ഇവർ കാലാവധി പൂർത്തിയാക്കാൻ 1 മാസം ബാക്കി നിൽക്കെയാണ് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകത്തിൽ ഭൂമിയിലേക്ക് തിരിക്കുന്നത്. രോഗബാധിതനായ സഞ്ചാരിയുടെ പേരോ മറ്റ് വിവരങ്ങളോ സ്വകാര്യത കണക്കിലെടുത്ത് നാസ വെളിപ്പെടുത്തിയിട്ടില്ല. ബഹിരാകാശ നിലയത്തിൽ സജ്ജീകരിച്ചിട്ടുള്ള അത്യാധുനിക മെഡിക്കൽ ഉപകരണങ്ങൾ ഉപയോഗിച്ച് കൃത്യമായ രോഗനിർണയം സാധ്യമാകാത്തതിനാലാണ് സംഘത്തെ അടിയന്തരമായി ഭൂമിയിലെത്തിക്കാൻ തീരുമാനിച്ചതെന്ന് നാസയുടെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജെയിംസ് പോൾക്ക് വ്യക്തമാക്കി. ക്രൂ 11 മടങ്ങുന്നതോടെ ഉണ്ടാകുന്ന വിടവ് നികത്താൻ ക്രൂ 12 ദൗത്യം ഫെബ്രുവരി 15 വിക്ഷേപിക്കും. അതേസമയം ഫെബ്രുവരി 6 നിശ്ചയിച്ചിട്ടുള്ള നാസയുടെ സ്വപ്ന പദ്ധതിയായ ആർട്ടമിസ് 2 ചാന്ദ്ര ദൗത്യത്തെ ഈ സംഭവ വികാസങ്ങൾ ബാധിക്കില്ല എന്നും അധികൃതർ അറിയിച്ചു. ഇനി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയിലേക്കാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിന്റെ റിമാൻഡ് നടപടികൾ ഇന്ന് പൂർത്തിയാകും. വിജിലൻസ് കോടതി ജഡ്ജി ആശുപത്രിയിലെത്തി നടപടികൾ പൂർത്തിയാക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ മാറ്റിയേക്കും. ഒപ്പം തന്നെ റിമാൻഡ് റിപ്പോർട്ട് ഇന്ന് കൊല്ലം കോടതിയിലും സമർപ്പിക്കും. അൻഫിലിറ്റ് ഡിസൂസ ചേരുകയാണ്. അൻഫിലിറ്റ്, ഈ ഹൈക്കോടതിയുടെ പ്രത്യേകിച്ച് SIT സംഘം ഏറെ പഴികേട്ട ഒരു വിഷയമായിരുന്നു. എന്തുകൊണ്ട് ശങ്കരദാസിന്റെ അറസ്റ്റ് നടത്തുന്നില്ല, എന്താണ് നടക്കുന്നത് എന്നതടക്കമുള്ള രൂക്ഷ വിമർശനം കോടതി ഉന്നയിക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ അറസ്റ്റ് ചെയ്തു. ഇന്നിതാ ഈ റിമാൻഡ് നടപടികളും ഒപ്പം തന്നെ ആശുപത്രിയിലേക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള സാധ്യതകളുമുണ്ട്. എന്തൊക്കെയായിരിക്കും ഇന്നത്തെ നടപടിക്രമങ്ങൾ? ലിജിൻ, ഈ കേസിലെ പ്രതിയായ നാൾ മുതൽ പ്രതിയായ വ്യക്തി തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ KP ശങ്കരദാസ് തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അദ്ദേഹം അതുവരെയും ICUവിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഓരോ തവണയും അദ്ദേഹത്തെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഈ ആശുപത്രി നടപടിക്രമങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അത് തടഞ്ഞുകൊണ്ടേയിരുന്നത്. കഴിഞ്ഞ തവണ ഹൈക്കോടതിയിൽ നിന്ന് അതിരൂക്ഷ വിമർശനം കേട്ടിരുന്നു. അപ്പോഴും അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ പറഞ്ഞത് തിരുവനന്തപുരത്തെ ആശുപത്രി അദ്ദേഹം ICUവിലാണ് എന്ന്. ഏറ്റവും പ്രമുഖനായ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ മകനാണ്, ഉദ്യോഗസ്ഥന്റെ അച്ഛനാണ് എന്നൊരു പരിലാളന അദ്ദേഹത്തിനുണ്ടോ എന്ന രീതിയിൽ അതിരൂക്ഷമായ വിമർശനമൊക്കെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. അതിന് തൊട്ട് മുന്നാലായിരുന്നു ശങ്കരദാസിനെ ആശുപത്രിയിലെത്തി അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തി. കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് അന്വേഷണ സംഘം ആശുപത്രിയിലെത്തുന്നത്. അദ്ദേഹത്തെ വെന്റിലേറ്ററിൽ നിന്ന് ICUവിൽ നിന്ന് അദ്ദേഹത്തെ റൂമിലേക്ക് മാറ്റിയ ആ സമയത്ത് തന്നെ SIT എത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ വിവരം ആശുപത്രി അധികൃതരെ അറിയിച്ചിരുന്നു. രേഖാമൂലം കോടതിയെയും അറസ്റ്റ് ചെയ്ത വിവരം വിജിലൻസ് കോടതിയെയും അറിയിച്ചിരുന്നു. ഇന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതിന്റെ ഭാഗമായി കൊല്ലം മജിസ്ട്രേറ്റ് നേരിട്ട് ആശുപത്രിയിലെത്തിയാണ് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുക. അദ്ദേഹത്തെ റിമാൻഡ് ചെയ്ത ശേഷം 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യും. അതിനുശേഷം ഇപ്പോൾ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് അദ്ദേഹം കഴിയുന്നത്. ഇന്ന് പക്ഷെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ ചില സ്വകാര്യ ആശുപത്രിയിൽ പാടില്ല, അത് സർക്കാർ ആശുപത്രിയിൽ തന്നെ ആകണമെന്ന് നിബന്ധനയുണ്ട്. അതുകൊണ്ട് KP ശങ്കരദാസിനെ ഇന്ന് തിരുവനന്തപുരത്ത് തന്നെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള നടപടികളിലേക്കും കടക്കും. അതിനുശേഷം ഇദ്ദേഹത്തെ റിമാൻഡ് റിപ്പോർട്ട് കൊല്ലം വിജിലൻസ് കോടതിയിലും സമർപ്പിച്ച് അങ്ങനെ ശങ്കരദാസ് കേസിൽ 11ാമത്തെ പ്രതിയാണ്. ശങ്കരദാസ് കൂടി അറസ്റ്റ് ചെയ്യുന്നതോടെ ഈ കേസിൽ പ്രതിപട്ടികയിലുള്ള ഏറെക്കുറെ എല്ലാവരും അറസ്റ്റിലാകുന്നു എന്നാണ് ഏറ്റവും പ്രത്യേകത. ഈ ശങ്കരദാസിനെ സംബന്ധിച്ച് ഇദ്ദേഹം ഇതിനെ ഉണ്ണികൃഷ്ണൻ പൂറ്റയ്ക്ക് പാളിയിൽ കൊടുത്തയച്ചതിൽ കൂട്ടുനിന്നുവെന്നും അദ്ദേഹത്തിന് ഇതെല്ലാം അറിയാമായിരുന്നു എന്നതാണ് പ്രതിസ്ഥാനത്ത് SIT ചൂണ്ടിക്കാട്ടുന്നത്. ശരി, എന്നാലും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായകമായ അറസ്റ്റാണ് ഈ ശങ്കരദാസിന്റെ. എന്തായാലും കോടതിയുടെ വിമർശനമൊക്കെ SIT സംഘം കേട്ടിരുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഇന്ന് റിമാൻഡ് നടപടികൾ പൂർത്തിയാക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇന്ന് നടക്കുകയാണ്. അൻഫിലിറ്റാണ് വിവരങ്ങൾ നൽകിയത്. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് പോകുമ്പോൾ ഈ 3ാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തിരുവല്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ രാഹുലിനെ ഹാജരാക്കും. ഒപ്പം തന്നെ ജാമ്യ ഹർജി നാളെ ആയിരിക്കും പരിഗണിക്കുക. കണ്ണൻ ദേവ് ചേരുകയാണ്. കണ്ണൻ, ഈ രാഹുലിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുമ്പോൾ വീണ്ടും കസ്റ്റഡി നീട്ടി ചോദിക്കില്ല SIT സംഘം എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനർത്ഥം ഇതുവരെയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ SIT സംഘത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ലഭിച്ചു എന്ന് വേണോ കരുതാൻ?
അതെ ലിജിൻ, അങ്ങനെ തന്നെയാണ്. അതായത് ഈ കസ്റ്റഡി കാലാവധി ഇന്ന് പൂർത്തിയാവുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് തിരുവല്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ രാഹുലിനെ ഉച്ചയ്ക്ക് ശേഷം ഹാജരാക്കുന്നുണ്ട്. ഈ രാഹുൽ യാതൊരു വിധത്തിലും അന്വേഷണ സംഘത്തോട് സഹകരിക്കുന്നില്ല എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട്. മാത്രം അതുകൊണ്ടാണ് ഈ വീണ്ടും കസ്റ്റഡി കാലാവധി നീട്ടി ചോദിക്കാത്തത്. ഈ ഇദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം തിരുവല്ലയിലെ ഹോട്ടലിലടക്കം എത്തി തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഈ സമയത്ത് ഈ രാഹുൽ ഇവിടെ എത്തിയിരുന്നതായും അതിജീവിതയ്ക്കൊപ്പം ഇവിടെ എത്തിയിരുന്നതായൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ബലാത്സംഗം നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിലൊന്നും വ്യക്തത വരുത്തിയിട്ടില്ല. ഇദ്ദേഹം യാതൊരു വിധത്തിലും ഈ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നാണ് ഈ അന്വേഷണ സംഘം പറയുന്നത്. അതായത് ഇദ്ദേഹത്തിന്റെ ഫോണിന്റെ ലോക്ക് മാറ്റാൻ ഉൾപ്പെടെ അദ്ദേഹം വിസമ്മതിക്കുകയാണ്. അതായത് അദ്ദേഹം ഈ ബലാത്സംഗം നടന്നു എന്ന് പറയുന്നതൊക്കെ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഈ മൊബൈൽ ഫോണിൽ ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഈ മൊബൈൽ ഫോണിന്റെ പാസ്വേഡ് അടക്കം നൽകിയിട്ടില്ല. ഇദ്ദേഹത്തിന് അനുകൂലമായ ചില തെളിവുകൾ ഈ ഫോണിലുണ്ട്. അത് അന്വേഷണ സംഘം അല്ലെങ്കിൽ അവർ ഇത് നശിപ്പിക്കും എന്നുള്ളത് കൊണ്ട് ഈ പാസ്വേഡ് നൽകാൻ കഴിയില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. എന്തായാലും ഇദ്ദേഹത്തിന്റെ ഈ നിസ്സഹകരണം മൂലം അന്വേഷണ സംഘത്തിന് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് കസ്റ്റഡി കാലാവധി അവസാനിക്കുമ്പോൾ ഇദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുകയും വീണ്ടും കസ്റ്റഡി കാലാവധി നീട്ടി ചോദിക്കാനുള്ള സാഹചര്യമില്ല. നാളെ ഇദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട്. ഈ തിരുവല്ല കോടതി തന്നെയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. അത്തരത്തിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ലിജിൻ, ശരി, എന്തായാലും മൂന്നാം ബലാത്സംഗ കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ റിമാൻഡിലാകുന്നത്. 3 ദിവസത്തെ കസ്റ്റഡിക്ക് ശേഷം ഇന്നതാ കസ്റ്റഡി കാലാവധി അവസാനിക്കും. ഒപ്പം തന്നെ നാളെയായിരിക്കും രാഹുലിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുക. കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ നൽകിയ ഹർജികളിൽ സുപ്രീം കോടതിയിൽ ഇന്നും വാദം തുടരും. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുടങ്ങിയവരും ഹർജിക്കാരാണ്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. കേന്ദ്ര സർക്കാർ പൗരത്വം തീരുമാനിക്കും വരെ ഒരു വ്യക്തിയുടെ വോട്ടവകാശം തടയാൻ കഴിയുമോ എന്ന് കമ്മീഷനോട് സുപ്രീം കോടതി ചോദിച്ചിരുന്നു. അതേസമയം നടപടികൾ അന്തിമഘട്ടത്തിലാണെന്നും ഒരു കാരണവശാലും നീട്ടരുത് എന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിജയ് ചിത്രം ജനനായകന്റെ സെൻസർ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെതിരായ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസ് ആണ് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത, അഗസ്റ്റിൻ ജോർജ് തുടങ്ങിയവരുടെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. സിനിമയ്ക്ക് UA സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് മദ്രാസ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് മരവിപ്പിച്ചതിനെതിരെയാണ് ഹർജി. 500 കോടി രൂപ മുടക്കി നിർമ്മിച്ച ചിത്രം പ്രദർശിപ്പിക്കാനാകാത്തത് വൻ നഷ്ടമാണെന്ന് ഹർജിക്കാർ പറയുന്നു. സ്റ്റേ നീക്കുന്നതിന് മുൻപ് തങ്ങളുടെ വാദം കേൾക്കണമെന്ന് സെൻസർ ബോർഡും കോടതിയെ അറിയിച്ചിട്ടുണ്ട്. രാമനാട്ടുകര മുതൽ വെങ്ങളം വരെയുള്ള കോഴിക്കോട് ബൈപ്പാസിലെ ഒളവണ്ണ ഭാഗത്ത് ഇന്ന് ടോൾ പിരിവ് തുടങ്ങും. രാവിലെ 8 മണി മുതൽക്കാണ് ടോൾ പിരിവ് ആരംഭിക്കുക. ടോൾ പിരിവിനുള്ള എല്ലാ സംവിധാനങ്ങളും പൂർണ്ണ സജ്ജമാണെന്നും ദേശീയപാത അതോറിറ്റി പ്രോജക്ട് ഡയറക്ടർ പ്രശാന്ത് ദുബെ അറിയിച്ചു. ടോൾ പിരിവിൽ ഒട്ടേറെ ഇളവുകളും നൽകുന്നുണ്ട്. അതേസമയം ടോൾ പിരിവിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട്. കാസർഗോഡ് കുമ്പള ടോൾ ഗേറ്റിലും പ്രതിഷേധം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി വലിയ പ്രതിഷേധം ഉണ്ടായി. അത് വലിയ സംഘർഷത്തിലും കലാശിക്കുകയും ചെയ്തു. ലക്ഷ്മി ചേരുകയാണ്. ലക്ഷ്മി, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ ടോൾ പിരിവ് 8 മണിയോടെ ആരംഭിക്കുമെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഈ പ്രതിഷേധം ഉണ്ടാകാനുള്ള കാരണം? എന്താണ് ഈ പ്രതിഷേധക്കാർ പറയുന്ന വിഷയം? ഈ വിഷയത്തിൽ ലിജിൻ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇവിടെ ടോൾ ആരംഭിക്കാനുള്ള നടപടികൾ പുരോഗമിച്ചിരുന്നു. അത് ആരംഭിക്കാനുള്ള എല്ലാ നടപടികളും സജ്ജമായിരുന്നു. എന്നാൽ കോൺഗ്രസിന്റെ പ്രതിഷേധത്തെ തുടർന്ന് തീയതി ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. ഏതായാലും പ്രധാനമായും കൂടുതൽ നികുതി അളവുകൾ നൽകിയാണ് ഇത്തവണ കോഴിക്കോട് രാമനാട്ടുകര ഒളവണ്ണ ടോൾ പ്ലാസയിലുള്ള ടോൾ പിരിവ് ഇന്ന് ആരംഭിക്കുന്നത്. 24 മണിക്കൂറിനകം ഇരുഭാഗത്തേക്കും പോകുന്ന വാഹനങ്ങൾക്ക് മടക്കയാത്രയിൽ 25% ഇളവ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾക്ക് 50%, അതുപോലെ തന്നെ തുടർച്ചയായി 1 മാസം തുടർച്ചയായി പോകുന്ന വാഹനങ്ങൾക്കും ഇത്തരത്തിൽ ഒരു ഇളവ് നൽകിക്കൊണ്ടാണ് ടോൾ ഇന്നു മുതൽ പിരിക്കാൻ തുടങ്ങുന്നത്. ഏതായാലും വലിയ ഇളവുകൾ നൽകുന്നുണ്ടെങ്കിലും വലിയ രീതിയിൽ പ്രതിഷേധം ശക്തമാണ് ഈ ഭാഗത്ത്. അതായത് കോൺഗ്രസ് പ്രധാനമായും ഉന്നയിക്കുന്ന പ്രധാന പ്രശ്നം ഈ ഒരു ടോൾ പ്ലാസയ്ക്ക് സമീപമുള്ള ആളുകൾക്ക് ഈ ടോൾ പിരിക്കുന്നതിൽ നിന്ന് ഇളവ് നൽകണമെന്നും അതുപോലെ തന്നെ ഇവിടെയുള്ള സർവീസ് റോഡുകൾ ഇതുവരെയായിട്ട് പൂർത്തിയായിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സർവീസ് റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാകുന്നതിന് മുൻപ് ടോൾ പിരിവ് ആരംഭിച്ചത് എന്നുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പ്രതിഷേധത്തിന് ഇറങ്ങുന്നത്. ഏതായാലും 8 മണിയോടുകൂടി തന്നെ ടോൾ പിരിക്കാൻ തുടങ്ങും. കോൺഗ്രസും പ്രതിഷേധവുമായി രംഗത്തുണ്ട്. ജിതിൻ,
ശരി, എന്തായാലും ഈ കോഴിക്കോട് ബൈപ്പാസിലാണ് ടോൾ പിരിവ് തുടങ്ങുക. അതേസമയം ഇത് നിർമ്മാണം പൂർത്തീകരിക്കാതെ എന്തുകൊണ്ട് ടോൾ പിരിക്കുന്നു എന്നതാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. അത് തടയുമെന്ന് അവർ പറയുകയാണ്. ലക്ഷ്മിയാണ് വിവരങ്ങൾ നൽകിയത്. കലയരങ്ങ് co-powered by Vismaya Amusement Park, പറശ്ശിനിക്കടവ്, കണ്ണൂർ. In association with സ്വർണ്ണമുഖി ഗോൾഡൻ ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം, കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, ഫ്രീകോ പെയിൻ സ്പ്രേ, ഹെർബൽ പെയിൻ റിലീവർ, a product of വൈദ്യരത്നം, ഔഷധി, a government of Kerala undertaking. തക്കിട്ട തക്കിട്ട ജം തക്കിട്ട നം തക്കിട്ട തും തരകിടതികിടിം തക്കിട്ട തക്കദിം തക്കിട്ട തത്തും. കലോത്സവ വാർത്തയിലേക്കാണ്. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 2ാം ദിനമാണ് ഇന്ന്. എന്തായാലും കലോത്സവ ലഹരിയിലാണ് കേരളത്തിലെ സാംസ്കാരിക നഗരി. ഇന്ന് ഈ ജനകീയ ഇനങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇന്ന് മത്സരവേദിയിൽ എത്തുന്നുണ്ട്. ഒപ്പം തന്നെ പോയിന്റ് നില നമ്മൾ പരിശോധിക്കുമ്പോൾ കണ്ണൂരും കോഴിക്കോടും തമ്മിൽ വാശിയേറിയ പോരാട്ടം നടക്കുകയാണ്. തൊട്ട് പിന്നാലെ തൃശ്ശൂറും പാലക്കാടുമുണ്ട്. ഇപ്പോൾ ഈ കലോത്സവ നഗരിയിലെ അമൃത ന്യൂസിന്റെ പവലിയിൽ നിന്നും ശ്രീജിത്തും ശ്രീജയും ചേരുകയാണ്. ശ്രീജിത്ത്, ശ്രീജ, രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ്. എന്തായാലും വലിയ ആവേശത്തിലാണ് കലാനഗരി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം തുടക്കം ഗംഭീരമായി കത്തിക്കയറി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇന്നലത്തെ മത്സരങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. ഈ പോയിന്റ് നില പരിശോധിക്കുമ്പോൾ ആ പോരാട്ടത്തിൻ്റെ വീര്യം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഒപ്പം തന്നെ ഇന്നറിയേണ്ടത് എന്തൊക്കെ ഇനങ്ങളാണ് ഇന്ന് ഈ വേദികളിൽ എത്തുക. ഇന്നലത്തേതിനേക്കാളും എന്തായാലും കൂടുതൽ ആവേശം കൂടാൻ തന്നെയല്ലേ സാധ്യത? ലിജിൻ, തൃശ്ശൂരിൽ കലോത്സവം പൊടി പൊടിക്കുകയാണ്. ഉഷാറാണ് കാര്യങ്ങൾ അല്ലേ? 2ാം ദിവസം ഉണർന്നു വരുന്നു. പക്ഷെ ഇന്നലെ ഉറങ്ങിയപ്പോൾ ഒരല്പം താമസിച്ചില്ല. ചില വേദികളൊക്കെ അല്പം താമസിക്കുന്നു. പക്ഷെ അതിൻ്റെ ഒരു ഉറക്കച്ചടവൊന്നും ഇല്ലാതെ രാവിലെ സജീവമായി തന്നെ വേദികൾ ഉണരാൻ പോവുകയാണ്. 9:30യോടുകൂടി മത്സരങ്ങളൊക്കെ ആരംഭിക്കും. നമ്മുടെ പ്രതിനിധികളെല്ലാം തയ്യാറായി തന്നെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ ഒപ്പം ചേരുന്നുണ്ട്. എന്തായാലും പ്രധാനമായും നമ്മളിപ്പോൾ മത്സരത്തിൽ നോക്കുമ്പോൾ നിൽക്കുന്നത് കണ്ണൂരാണല്ലേ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്? അതെ, കണ്ണൂർ. അപ്പുറത്തും ഇപ്പുറത്തും 2 സ്ഥലത്തായിട്ട് തൃശ്ശൂര് നിൽക്കുന്നുണ്ട്. അതായത് 3ാം സ്ഥാനത്താണ്. കഴിഞ്ഞ തവണ കപ്പെടുത്ത തൃശ്ശൂർ ഇപ്പോൾ 3ാം സ്ഥാനത്താണ്. പക്ഷെ ഒന്നും പറയാറായിട്ടില്ല. കാരണം ഫസ്റ്റ് ഡേ കഴിഞ്ഞിട്ടുള്ളൂ. മത്സരങ്ങൾ ഇനിയാണ് കൂടുതൽ ഉഷാറായി വരാൻ പോകുന്നത്. 240 ഇവർ തമ്മിലുള്ള വ്യത്യാസം വെറും 4 പോയിന്റാണ്. 250 പോയിന്റാണ് കണ്ണൂരുള്ളത്. 246 പോയിന്റ് 3ാം സ്ഥാനത്ത് നിൽക്കുന്ന തൃശ്ശൂർ നിൽക്കുന്നു. 248 പോയിന്റോടുകൂടി കോഴിക്കോട് നിൽക്കുന്നു. അതായത് 2 പോയിന്റിന്റെ 4 പോയിന്റിന്റെ വ്യത്യാസങ്ങൾ മാത്രമാണ് നിലവിലുള്ളത്. ഏത് സമയത്തും കയറി വരാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. എന്തായാലും വിശേഷങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ധാരാളം വിശേഷങ്ങൾ പറയാനുണ്ട് അല്ലേ? അതെ, നമുക്ക് പുറത്ത് നിന്ന് റിപ്പോർട്ടറിന് ഒരുപക്ഷെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ സാധിക്കുമായിരിക്കും. വർഷയും ചോദിക്കാം. അജയ്, എങ്ങനെയുണ്ടായിരുന്നു ഇന്നലെ? നമ്മൾ എത്രത്തോളം ഒരു മാർക്കൊക്കെ കൊടുക്കാം? 1ാം ദിവസത്തെ കലോത്സവം അവസാനിച്ചിരിക്കുന്നു. 2ാം ദിവസത്തെ പൂരം തുടങ്ങിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് പൊതുവെ കാര്യങ്ങളൊക്കെ? എങ്ങനെ പോകുന്നു പൂരനഗരിയിൽ? ശ്രീത്ത്, ഇന്നലെ പൂര ആവേശത്തോടെ തന്നെയാണ് ഈ കലോത്സവം ആരംഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. പൂരം എങ്ങനെയാണോ തൃശ്ശൂർ ഏറ്റെടുക്കുന്നത് അതുപോലെ തന്നെ കലോത്സവത്തെയും തൃശ്ശൂർ ജില്ല ഏറ്റെടുത്തു എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ ഈ പോയിന്റ് പട്ടിക പരിശോധിക്കുമ്പോൾ ഇപ്പോൾ കണ്ണൂരാണ് മുൻപിലെങ്കിലും മുൻപ് സൂചിപ്പിച്ചത് തന്നെ കേവലമായ പോയിന്റുകളുടെ വ്യത്യാസത്തിൽ മാത്രമാണ് തൃശ്ശൂർ 3ാം സ്ഥാനത്ത് നിൽക്കുന്നത്. സ്വാഭാവികമായും ഇന്ന് നിരവധിയായിട്ടുള്ള മത്സരങ്ങളെല്ലാം തന്നെ നടക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ മുന്നിലേക്ക് കയറി വരും എന്നുള്ളൊരു പ്രതീക്ഷയും തൃശ്ശൂർ ജില്ലക്കാർ ഉൾപ്പെടെ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും സ്വർണ്ണക്കപ്പ് വിട്ടുകൊടുക്കില്ല എന്ന് തന്നെയാണ് തൃശ്ശൂർ ജില്ലക്കാർ ഒന്നടങ്കം പറയുന്നത്. അതേ ആവേശം മറ്റു ജില്ലക്കാർക്കുമുണ്ട് എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. എന്തായാലും നല്ലൊരു പൂര ആവേശത്തിലേക്ക് ഈ തൃശ്ശൂർ ജില്ല ആകെ മാറിയിട്ടുണ്ട്. കലോത്സവം ആദ്യ ദിനം തന്നെ അതിൻ്റെ എല്ലാ സൂചനകളും നൽകിയിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനമായും സൂചിപ്പിക്കേണ്ട കാര്യമാണ്. എന്തായാലും വലിയൊരു ആവേശത്തിലേക്കെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. നിരവധിയായിട്ടുള്ള വേദികൾ, ആ വേദികളെല്ലാം തന്നെ വളരെ അവിസ്മരണീയമായിട്ടുള്ള പ്രകടനങ്ങൾ, പെർഫോമൻസുകളെല്ലാം തന്നെ ഈ കുരുന്നുകൾ കാഴ്ചവെക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ വർഷ ഈ കഴിഞ്ഞ കലോത്സവത്തിൽ നിന്ന് ഇത്തവണത്തെ ഒരു കലോത്സവം ഇപ്പം 2ാം ദിവസത്തിൽ കിടക്കുന്നു. എന്താണ് കഴിഞ്ഞ ഒരു കലോത്സവത്തിൽ നിന്ന് ഇത്തവണത്തെ ഒരു വ്യത്യാസം അല്ലെങ്കിൽ ഒരു പ്രത്യേകത കാണുന്നുണ്ടാണ്? ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് എനിക്ക് ഈ കലോത്സവത്തിൻ്റെ 1ാം ദിവസം കഴിയുമ്പോൾ ഓർമ്മ വരുന്നത് കൊല്ലം കലോത്സവത്തിൻ്റെ അവസാന ദിവസമാണ്. കാരണം കൊല്ലം കലോത്സവത്തിൻ്റെ അവസാന ദിവസം കണ്ണൂരും കോഴിക്കോടും തമ്മിൽ ഇഞ്ചോടിഞ്ച് മത്സരമായിരുന്നു. അന്ന് 6 കപ്പടിക്കുന്നുള്ളൊരു വലിയൊരു നമ്മൾ ബെറ്റ് വരെ വെച്ചൊരു ദിവസമായിരുന്നു അന്ന്. ആ ഒരു ദിവസമാണ് എനിക്ക് ഇന്നലെ ഓർമ്മ വരുന്നത്. കാരണം കണ്ണൂരും കോഴിക്കോടും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. വെറും 2 പോയിന്റ് വ്യത്യാസം മാത്രമാണുള്ളത്. കോഴിക്കോട് 246
സ്മാരും കണ്ണൂർ 250 പോയിന്റിലാണ് നിൽക്കുന്നത്. വെറും 2 പോയിന്റ് വ്യത്യാസത്തിലാണ് കണ്ണൂരും കോഴിക്കോടും ഉള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യ ദിവസമാണ് എന്ത് സംഭവിക്കുന്നത് ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇത് ഒരു തുടക്കം മാത്രമാണ്. ഈ 4 ദിവസം നീണ്ടു നിൽക്കുന്നു. ഇനി തൃശ്ശൂർ, കഴിഞ്ഞ തവണ കപ്പടിച്ച തൃശ്ശൂർ കയറി വരുമോ എന്നെല്ലാം അറിയേണ്ടതുണ്ട്. അതിനെല്ലാം ഉള്ള കാത്തിരിപ്പിലാണ്. എന്തായാലും ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് ഒരുപാട് കളർഫുൾ ഐറ്റംസ് ഉണ്ട് എന്നുള്ളതാണ്. നാടോടി നൃത്തം, അതേപോലെ ഭരതനാട്യം, മംഗലം കളി, പൂരക്കളി ഉൾപ്പെടെ പല കളർഫുൾ ഐറ്റങ്ങളുള്ള ദിവസമാണ് ഇന്ന്. ഈ ജനങ്ങളെ സംബന്ധിച്ച് നാടകവും നാടകനൃത്തവും ഒക്കെ കാണാൻ ഒരുപാട് പേരാണ് ഈ കലോത്സവ വേദിയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് കൂടുതൽ ആളുകൾ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. കാരണം അത്രയും നാടകനൃത്തം എന്നൊക്കെ പറയുമ്പം പല വെറൈറ്റി കളർഫുൾ ആയിട്ടുള്ള പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ നാടകനൃത്തം കാണാൻ ഒത്തിരി പേരാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരുപാട് പേര് നാടകനൃത്തം വേദിയിൽ ഉണ്ടാകും. പിന്നെ നാടകം, നമ്മൾ കേരളീയരെ സംബന്ധിച്ച് നാടകത്തിന് അത്ര പ്രാധാന്യം കൊടുക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നാടകം കാണാൻ മറ്റ് ജില്ലകളിൽ നിന്നെല്ലാം ഒരുപാട് പേര്, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അപ്പം എന്നെ വിളിച്ച് പറഞ്ഞു നാടകം ഉണ്ട്, ഞാൻ എന്തായാലും വരും. അപ്പോൾ അങ്ങ് ലീവൊക്കെ എടുത്തിട്ടാണ് നാടകം കാണാൻ വേണ്ടി ആളുകൾ എത്തുന്നത്. അപ്പം അങ്ങനെ 2 ഐറ്റങ്ങളുള്ള ദിവസം ആയതുകൊണ്ട് ഇന്ന് കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പരിപാടികൾ ഡിലേ ആവുന്നൊരു പ്രശ്നം ഉണ്ട്. കഴിഞ്ഞ ദിവസമാണെങ്കിലും ഈ രാത്രി ഒരുപാട് വൈകി കഴിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നേരത്തെ തുടങ്ങണം എന്നുള്ള ആവശ്യം കൂടെ രക്ഷിതാക്കൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. 9:30 നമ്മൾ സമയം, പക്ഷേ 9 മണിയോട് കൂടി തന്നെ തുടങ്ങണം എന്നുള്ള കാര്യം കൂടെ രക്ഷിതാക്കൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം കൂടെ ഒന്ന് പരിഗണിക്കണമെന്നാണ് അവർ പറയുന്നത്. എന്തായാലും നിലവിലെ ഇന്നലത്തെ ഒരു സ്ഥിതി നോക്കുകയാണെങ്കിൽ തുടക്കം ഗംഭീരമായിരുന്നു. ഇനി 4 ദിവസവും ഇതുപോലെ പൊടിപൂരം തന്നെ ആയിരിക്കുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. അല്ലേ അജയ്? അത് തന്നെയാണ് ഈ വലിയ പ്രശ്നങ്ങളില്ലാതെ ഈ ഒരു സമയത്തിൻ്റെ ഒരു ക്രമീകരണത്തിലുള്ള ഒരു ചെറിയൊരു അപാകത ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തന്നെ സംഘാടനത്തിലെല്ലാം തന്നെ വളരെ മികവുറ്റ രീതിയിലേക്ക് കലോത്സവം മുന്നോട്ട് പോകുന്നുണ്ട്. മറ്റൊന്ന് മിമിക്രിയെ സംബന്ധിച്ചാണ്. ഇന്നലെ മിമിക്രി നടന്നിരുന്നു, അത് ഹയർ സെക്കൻഡറി വിഭാഗത്തിലായിരുന്നു. ഇന്ന് ഹൈസ്കൂൾ വിഭാഗം മിമിക്രി നടക്കാനുണ്ട്. അതുപോലെ ഇപ്പം സൂചിപ്പിച്ച തന്നെ രചനാ മത്സരങ്ങൾ, കവിതാരചന ഉൾപ്പെടെയുള്ള രചനാ മത്സരങ്ങൾ ഉൾപ്പെടെ നടക്കാനുണ്ട്. കുട്ടികളുടെ സർഗാത്മകമായിട്ടുള്ള ഒരുപാട് കഴിവുകൾ പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലൊരു വേദി കൂടിയാണ് ഇത്തരത്തിലുള്ള ഈ റൈറ്റിംഗ്സ്, എഴുത്ത് മത്സരങ്ങൾ. അപ്പോൾ അത്തരം മത്സരങ്ങൾ കൂടി ഇന്ന് നടക്കുവാൻ വേണ്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും വളരെ ഒരു ആവേശത്തിലേക്ക് തൃശ്ശൂർ മൊത്തത്തിൽ മാറിയിട്ടുണ്ട് കലോത്സവം. അതായത് ഈ പൂരത്തിൻ്റെ ഒരു പ്രതീതി ജനിപ്പിച്ചു. ഇന്നലെ സ്വാഭാവികമായിട്ടും കുടമാറ്റം ഉൾപ്പെടെ ഒരു തൃശ്ശൂർ പൂരത്തിൻ്റെ മേളം ഉൾപ്പെടെ എല്ലാം നടത്തിക്കൊണ്ടാണ്. ഞങ്ങളൊന്ന് ഇടപെടുകയാണ്. മിമിക്രിയെ കുറിച്ച് അജയ് എങ്ങനെ വാചാലനാകുകയാണ്. കാരണം ഇന്നലെ മിമിക്രി കവർ ചെയ്യാൻ പോയത് അജയ് ആണ്. മാത്രമല്ല എപ്പോഴും ഒരു പുത്തൻ താരോദയം വരുന്നത് എപ്പോഴും മിമിക്രി വേദിയിൽ നിന്നായിരിക്കും. ഒരു സമയത്ത് മലയാള സിനിമ ഭരിക്കുന്ന താരരാജാക്കന്മാരെല്ലാം വന്നത് മിമിക്രി വേദികളിൽ നിന്നാണല്ലേ. ഈ റീൽസൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ മനുഷ്യരെ ത്രസിപ്പിക്കുന്ന ഒരു മാമാങ്കം അല്ലെങ്കിൽ കലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി മിമിക്രി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ ഒരുപാട് ആവേശത്തോടു കൂടി കാണാൻ വരുന്നത്. പക്ഷേ ഇത്തവണ മിമിക്രി വേദി എത്ര സജീവമായിരുന്നു എന്നൊരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് അജയ് പ്രകടിപ്പിക്കുന്നുണ്ട്. അജയ് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് പഴയ വീഞ്ഞും പുതിയ കുപ്പിയിലോട്ട് വരികയാണ്. അതായത് അനുകരണമല്ല എന്ന് പറഞ്ഞാൽ എന്ത് അനുകരിക്കും, എല്ലാം അനുകരിച്ച് കഴിഞ്ഞതുകൊണ്ട് പഴയത് തന്നെ വീണ്ടും പുതിയ രീതിയിൽ അനുകരിക്കുക. അതാണ് ആ ഒരു റിപ്പോർട്ടാണ് നമ്മൾ ഇനി കാണുന്നത്. അതെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ മത്സരത്തിലെ അനുകരണ കലയിൽ വന്ന വ്യത്യാസങ്ങളെ പറയുമ്പോൾ തന്നെ അത് വീണ്ടും പഴയ കാര്യങ്ങൾ തന്നെയാണെന്ന് പറഞ്ഞു വരുന്നത്. നമുക്ക് ആ റിപ്പോർട്ട് കാണാം. ചെറുപുഞ്ചിരി, വിഷാദം, നിസ്സംഗത, പരിസരം പോലും മറന്നുള്ള പൊട്ടിച്ചിരി, വികാരങ്ങൾ പലത് മിന്നിമറഞ്ഞ വേദി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വേദി 4-ലൂടെയാണ് ക്യാമറ കണ്ണുകൾ ഒഴുകി നടക്കുന്നത്. വേദിയിൽ മിമിക്രി മത്സരം അരങ്ങു തകർക്കുന്നു. വിധികർത്താക്കൾ 3 പേരുണ്ടെങ്കിലും കാണികളുടെ ഈ വിലയിരുത്തൽ മാത്രം മതി വിജയ് ആരാകുമെന്ന പ്രവചനത്തിന്. കലയുടെ ഉത്സവത്തിന് പ്രായം 64 ശൈശവകാലത്തെ ഓർമ്മപ്പെടുത്തുകയാണ് അനുകരണ കല. കേട്ടുപഴകിയ ഇന്നലകളിലെ വേദികൾക്ക് പുതിയ കാലത്തിന്റെ പരിപ്രേക്ഷ്യം മാത്രം. ഹെലികോപ്റ്ററിൽ വന്നിറങ്ങി ട്രെയിനിൽ യാത്ര ചെയ്ത് പക്ഷി മൃഗാദികളെ കണ്ട് അങ്ങനെ പഴയ വീഞ്ഞിനെ പുതിയ കുപ്പിയിലാക്കി പോകുന്നു മിമിക്രി എന്ന കല. ഹയർ സെക്കൻഡറി വിഭാഗം ആൺകുട്ടികളുടെ മത്സരം ആരംഭിച്ച് പകുതിയോടടുത്തപ്പോൾ കാണികൾക്കൊരു കാര്യം മനസ്സിലായി. ഇക്കുറി താരങ്ങളൊന്നും അങ്ങനെ വേദിയിലേക്ക് എത്തില്ല. പിന്നെയും ഇടയ്ക്കെപ്പോഴൊക്കെയോ കടന്നു വന്നതാകട്ടെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ചലച്ചിത്ര താരം ജനാർദ്ദനനും മാത്രം. താരങ്ങളുടെയും രാഷ്ട്രീയക്കാരുടെയും ശബ്ദം കേൾക്കാൻ കാത്തിരുന്ന കാണികൾക്ക് ജെന്നിസർ തലമുറയുടെ പുതിയ താല്പര്യമായ DJ മ്യൂസിക്കിൽ കുരുങ്ങിക്കിടക്കാനായിരുന്നു വിധി. അങ്ങനെ സ്കൂൾ കലോത്സവത്തിലെ ഏറ്റവും മുതിർന്ന വിഭാഗമായ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ മത്സരം അവസാനിക്കുമ്പോൾ ഒന്ന് ഉറപ്പിച്ചു പറയാം, പുതുമകൾ കുറവെങ്കിലും പരിശീലനമോ ഇല്ലാതെ വേദി കീഴടക്കുന്ന ഈ കുട്ടിത്താരങ്ങൾ മാസാണ്. നല്ല 1-ാം തരം മാസ്.
കലോത്സവവേദിയിൽ നിന്ന് മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്. ശ്രീജിത്ത്, നമുക്കൊരു അതിഥി തന്നെ രാവിലെ കിട്ടിയിട്ടുണ്ട്. അജയുടെ കൂടെ ഒരു വിശിഷ്ട അതിഥി ഉണ്ട്. ആരാണ്? ഒരു തൃശ്ശൂരുകാരനാണ്. ക്ലൂ വേണ്ട, VS സുനിൽകുമാർ. തൃശ്ശൂരിൻ്റെ ഒരു ഐക്കണാണ് അദ്ദേഹം. തൃശ്ശൂരിൻ്റെ എല്ലാ ചലനങ്ങളും അറിയാം. പ്രത്യേകിച്ച് അത് ഇലക്ഷൻ ആവട്ടെ, അല്ലെങ്കിൽ പൂരമാകട്ടെ, അല്ലെങ്കിൽ ഇവിടുത്തെ എന്ത് ജനകീയ പ്രശ്നങ്ങളാവട്ടെ, അവിടെ ആരുണ്ട്? VS സുനിൽകുമാറുണ്ട്. ഇപ്പോൾ നമ്മുടെ പോകുന്നുണ്ട്. അദ്ദേഹം എങ്ങനെ പോയി ഈ ഒരു കലാപൂരത്തെ വിലയിരുത്തുന്നു, അല്ലേ? നമുക്കതല്ലേ അറിയാം. നോക്കാം. തൃശ്ശൂർ ഈ പൂരത്തിൻ്റെ നാടാണ്. അതുപോലെ തന്നെ ഈ കലോത്സവത്തെ അതുപോലെ ഏറ്റെടുത്തിരിക്കുന്നത്. എന്തായാലും തൃശ്ശൂർ ജില്ലയുടെ സ്പന്ദനമെല്ലാം തൊട്ടറിയുന്ന മുൻ മന്ത്രിയും CPI നേതാവായിട്ടുള്ള സുനിൽകുമാർ നമ്മളോടൊപ്പമുണ്ട്. എങ്ങനെയാണ് ഈ ഒരു കലോത്സവത്തെ? തൃശ്ശൂർ കലോത്സവം എന്ന് പറഞ്ഞാൽ നിങ്ങളിതിൻ്റെ വൈബ് കൂടെ വന്നപ്പോൾ കണ്ടില്ലേ? അത് നമ്മുടെ ഈ ആധുനിക കേരളത്തിലെ ജൻസിയുടെ കലോത്സവമാണ്. അത് ജൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ തലമുറയിലെ ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള ഒരു ജനറേഷൻ്റെ ഒരു കലാസംഗമം എന്ന് പറഞ്ഞാൽ ഈ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പരിപാടികളാണ്. അപ്പോൾ അത് ഏറ്റവും ഭംഗിയായി എല്ലാ കലാകാരന്മാർക്കും അത് പെർഫോം ചെയ്യാനുള്ള, അതായത് കംഫർട്ടബിളായിട്ട് പെർഫോം ചെയ്യാനും അവർക്ക് ഭയങ്കരമായിട്ട് ആഘോഷിക്കാനും കഴിയുന്ന രീതിയിൽ ആണ് ഈ കലോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഇന്നലെ മന്ത്രി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ ജൻസിയെ ബാധിച്ചിരിക്കുന്ന ചില ജങ്ക് ഫുഡ്സ്, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ. അപ്പം അവരുടെ മാനസികാരോഗ്യം, ശാരീരികാരോഗ്യങ്ങളെ വിപുലപ്പെടുത്താനും ശക്തിപ്പെടുത്താനും കഴിയുന്ന രീതിയിലേക്ക് ഒരു സംസ്കാരം അവരിലേക്ക് സന്നിവേശിപ്പിക്കാനും കൂടി ഈ കലോത്സവത്തിലൂടെ ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലോത്സവം എന്ന നിലയിൽ പ്രചാരം നേടിയിട്ടുള്ള 64ാമത്തെ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ തൃശ്ശൂർ വരുമ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ടുള്ള സന്തോഷം എന്ന് വെച്ചാൽ, കഴിഞ്ഞ തവണ കലോത്സവം വരുമ്പോൾ ഞാനിതിൻ്റെ ചെയർമാനായി ഇവിടെ MLA ആയിരിക്കുന്ന മന്ത്രിയായിരിക്കുന്ന സമയത്തുണ്ടായിരുന്നു. അപ്പം അന്ന് ഇതിൻ്റെ A to Z കാര്യങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇപ്പോഴും ആ കലോത്സവത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇപ്പോൾ മന്ത്രി രാജനും ബിന്ദു ടീച്ചറൊക്കെയാണ് നടത്തുന്നത്. ഞാൻ രവീന്ദ്രൻ മാഷായിരുന്നു അന്നത്തെ നമ്മുടെ നടത്തിപ്പുകാർ. അപ്പോൾ അത് ഗംഭീരമായി നടത്തുകയാണ്. പ്രത്യേകിച്ച് ശിവൻകുട്ടിയെ പോലുള്ള ഒരു സംഘാടകൻ, ആൾ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം പോലും അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിനാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നതിലുള്ളതിൻ്റെ വൈഭവം, പിന്നെ ഇവിടുത്തെ ജനപ്രതിനിധികളുമായിട്ടുള്ള കൂട്ടായ്മ, പിന്നെ തൃശ്ശൂർക്കാർ ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾ രാഷ്ട്രീയം നോക്കാറില്ല. എല്ലാവരും ഒരുമിച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഒന്നിച്ച് ഗംഭീരാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജൻസി മഹോത്സവം അതിഗംഭീരമായി തൃശ്ശൂരിൽ സമാപിക്കും. അത് കേരളത്തെ പിന്നെ ഇവിടുത്തെ ഈ മൺമറഞ്ഞു പോകുന്ന പല കലകളെയും സംരക്ഷിക്കുന്നുണ്ട്. നമ്മൾ കാണേണ്ട കാര്യം. അതോടൊപ്പം തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ് ടു ഡേറ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂസ് റേസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ജൻസി വളരെ ജീവസുറ്റ ഒരു തലമുറ നമുക്കുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു സംഗതിയാണ് ഇവിടെ നമ്മൾ ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗംഭീര സംഭവമാണ്. വളരെ പേഴ്സണലായിട്ട് ചോദ്യം കൂടെ. തൃശ്ശൂർ ഇപ്പോൾ നിലവിൽ 3ാം സ്ഥാനത്താണ്. കഴിഞ്ഞ നമ്മുടെ സ്വർണ്ണക്കപ്പ് അടിച്ചത് തൃശ്ശൂരാണ്. ഒരു മടങ്ങിവരം ഉണ്ടാവും, അല്ലെങ്കിൽ ആ പോയിന്റ് പട്ടികയിലേക്ക് കുതിച്ചെത്തുമോ തൃശ്ശൂർ? ആ ഒരു പ്രതീക്ഷ എനിക്ക് തോന്നുന്നു ഇത്തവണ ഞങ്ങൾ അത് 1ാം സ്ഥാനത്തേക്ക് എത്തുന്നതാണ്. പിന്നെ നമ്മളെപ്പോലുള്ള ആളുകൾ ഒരു ജില്ലയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. ഞാൻ തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടിയാണ് പറയാന്നുണ്ടെങ്കിലും ഈ കലോത്സവത്തിൽ 1ാം സ്ഥാനം 2ാം സ്ഥാനത്തിനൊന്നും വേണ്ടി നമ്മൾ വർത്തമാനം പറയണ്ട. കാരണം നമ്മൾ കുട്ടികളോട് പറയുന്നത് എന്താ, സമ്മാനമല്ല മക്കളെ, നമ്മൾ പങ്കെടുക്കലാണ് ഗംഭീരം എന്ന് പറയുമ്പോൾ നമ്മൾ 1ാം സ്ഥാനത്തിന് വേണ്ടി ഒരു എന്നാലും ആ മത്സരം ഉണ്ടാവട്ടെ, ഗംഭീരമായിട്ട് നടക്കട്ടെ. തൃശ്ശൂർക്കാർ അവരുടെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വിജയിക്കുന്നതാണ് എൻ്റെ ധാരണ. ഓക്കെ. എന്തായാലും ഇതാണ് തൃശ്ശൂർ ജില്ല ഈ പൂരത്തിന്റെ ആവേശത്തിൽ തന്നെ ഈ കലോത്സവത്തെ മുന്നോട്ട് കൊണ്ടുവന്നു. അതിന്റെ ഒരുക്കങ്ങൾ സംഭവം എല്ലാം, അതിന്റെ ആ ക്രമീകരണങ്ങളെ സംബന്ധിച്ചെല്ലാം ഇപ്പം സുനിൽകുമാർ പറഞ്ഞിട്ടുള്ളത്, മന്ത്രി. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ VS സുനിൽകുമാറിന്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ വീണ്ടും ബാക്ക് ടു കലോത്സവം. അപ്പോൾ മത്സര ഇനങ്ങളിൽ ഏറ്റവും ആകർഷകമായി തോന്നിയിട്ടുള്ള ഇനം ഏതാണ്? ആകർഷകമായിട്ടുള്ള ഏറ്റവും മത്സരം നമ്മളുടെ കേരളത്തിൻ്റെ പാരമ്പര്യ തനിമ ചോരുന്ന മത്സര ഇനങ്ങളാണ് പ്രധാനമായിട്ട് കാണാൻ പറ്റുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നത് കലോത്സവ വേദികളിൽ മാത്രം കാണാൻ പറ്റുന്ന കുറേ ഇനങ്ങൾ വേറെയുണ്ട്. ഇപ്പം മംഗലം കളി, അല്ലെങ്കിൽ ചമ്പു പ്രഭാഷണം. ഇത് ഇന്ന് ഉള്ളൊരു മത്സര ഇനമാണ് ചമ്പു പ്രഭാഷണം. അപ്പം ഇത് മറ്റ് എങ്ങും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ മറ്റ് കലോത്സവ വേദികൾ ഭരതനാട്യം ആവട്ടെ, കുച്ചിപ്പുടി ആവട്ടെ, ഇതൊക്കെ മറ്റ് പല സ്ഥലങ്ങളിൽ നമുക്കിത് കാണാൻ സാധിക്കുന്നതാണ്. പക്ഷെ ഇത്തരം വേദികൾ കാണണമെങ്കിൽ എവിടെ വരണം? ഇപ്പം തൃശ്ശൂർ വരണം. തൃശ്ശൂർ വരണം. അപ്പം എന്തായാലും നമുക്കൊരു റിപ്പോർട്ട് കാണാനുണ്ട്. അതായത് ഈ പലയിടത്തും തെരുവുനായ പ്രശ്നം വലിയ വിഷയമാണ്. സുപ്രീം കോടതി വരെ. അതെ, സുപ്രീം കോടതി കാര്യമായിട്ട് ഇടപെട്ട്
കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്തവണ തൃശ്ശൂർ വന്നപ്പോ കലോത്സവത്തിൽ അങ്ങനെ ഒരു പ്രശ്നം കണ്ടായി. അവിടെ ഒരു സൂത്രവിദ്യ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്, അതിനെ ഒഴിവാക്കാൻ വേണ്ടി. നമുക്ക് അറിയില്ല കേട്ടോ എന്താണ്, റിപ്പോർട്ട് കണ്ടാലേ അറിയാൻ പറ്റും. അതെ, ആ റിപ്പോർട്ട് നമുക്ക് നോക്കാം. നാട് മുഴുവൻ കൈയടക്കിയ തെരുവ് നായ്കൾ ഒരു ഭീഷണി തന്നെയാണ്. കലോത്സവത്തിന് 15,000-ഓളം കുട്ടികളാണ് ഇവിടെ എത്തുന്നത്. എന്റെ വടക്കുന്നാഥ, പട്ടികൾ എന്റെ കുട്ടികളെ എങ്ങാനും എങ്കിൽ ആ പേടി വേണ്ട എന്നാണ് തൃശ്ശൂർ പറയുന്നത്. കുട്ടിക്കലാകാരന്മാർ എത്തുന്ന തേക്കിൻകാടും വടക്കുന്നാഥ സന്നിധിയുമൊക്കെ അരിച്ചു പെറുക്കി തെരുവ് നായ്ക്കളെ മുഴുവൻ മാറ്റി. എന്നിട്ടും ദേ കിടക്കുന്നു 2 പഹയന്മാർ. അങ്ങനെ ഉപദ്രവകാരികളൊന്നുമല്ലെങ്കിലും റിസ്ക് എടുക്കണ്ട എന്ന് തൃശ്ശൂർ കോർപ്പറേഷൻ തീരുമാനിച്ചു. ഇന്നോ എന്നെയോ തിങ്കളാഴ്ചയാവട്ടെ എന്നൊന്നും പറയാൻ സമയം കിട്ടിയില്ല. ദേ കിടക്കണു കൂട്ടി. കലോത്സവത്തോടനുബന്ധിച്ച് തെരുവ് നായ്ക്കളെ മുഴുവൻ തൃശ്ശൂർ കോർപ്പറേഷൻ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. വന്ധ്യംകരിക്കുന്ന കേന്ദ്രത്തിൽ പാർപ്പിച്ച് കലോത്സവം കഴിഞ്ഞ ശേഷം പട്ടികളെ തുറന്നുവിടും. അപ്പോൾ കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് പട്ടികളെ മൊത്തം കൊണ്ടുപോകുന്നത് പറവട്ടാനിൽ വന്ധ്യീകരണം ചെയ്യുന്ന സ്ഥലമുണ്ട്, അവിടെയാണ് അത് കൊണ്ടുവിടുന്നത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ആ സ്ഥലത്ത് തന്നെ കൊണ്ടുവിടും. കൗമാര കലാപൂരത്തിനായി എല്ലാ സുരക്ഷയും ഉറപ്പാക്കിയിട്ടുണ്ട്. ഒപ്പം തെരുവ് നായ ശല്യത്തെയും ഭയപ്പെടേണ്ടതില്ല. അമൃത ന്യൂസ്, തൃശ്ശൂർ. ശബ്ദവും നിറവും ഒക്കെ ചേർന്ന കളർഫുൾ ആണ് അല്ലേ? അങ്ങനല്ലേ, അതിനകത്ത് ശബ്ദമുണ്ട്, വർണ്ണമുണ്ട് അല്ലേ, പിന്നെ ഊർജം, അതാണ് ഏറ്റവും പ്രധാനം. അത് കൗമാരത്തിന്റെ ഊർജ്ജവും ഉണ്ട്. നമുക്ക് പ്രധാനമായിട്ടും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ വരുമ്പോഴാണ് ഈ കലോത്സവം പൂർണ്ണമാകുന്നത്. കലോത്സവ വേദി സൂര്യകാന്തി വിടരാൻ പോവുകയാണ്. ഇനിയിപ്പം കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ വേദികൾ ഉണരാൻ. ഇന്നത്തെ 9:30 തന്നെ മത്സരങ്ങളൊക്കെ ആരംഭിക്കും. ജനപ്രിയ ഇനങ്ങൾ ഇന്നുമുണ്ട്. കലോത്സവ വേദികൾ കുറെ കൂടി സജീവമാണ്. ഫസ്റ്റ് ഗിയറിലോട്ട് വീണിട്ടേ ഉള്ളൂ. സെക്കൻഡ് ഗിയറും തേർഡ് ഗിയറും ഒക്കെ ആയിട്ട് കലോത്സവം ടോപ്പ് ഗിയറിലോട്ട് പോകാൻ ഇനി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. എല്ലാം ഈ കലോത്സവത്തിലെ എല്ലാ കാര്യങ്ങൾക്ക് പിന്നിലും ഓരോ കഥകളുണ്ട്. നമ്മൾ നേരത്തെ ജിമ്മിക്ക് കമ്മലിന്റെ കഥ കേട്ടു. ഇനി കേൾക്കാൻ പോകുന്നത് മൈക്കിന്റെ കഥയാണ്. മൈക്കിന് എന്തൊക്കെയോ പറയാനുണ്ട്. മൈക്ക് എന്തെങ്കിലും പറഞ്ഞാലേ നാട്ടുകാർ കേൾക്കത്തുള്ളൂ, അതാണ് ഏറ്റവും പ്രധാനം. മാത്രമല്ല മൈക്കൊന്ന് മൂഡ് ഓഫ് ആയി കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ വേദി ഇരിക്കുന്നവർ അപ്പം തന്നെ തളർന്ന് താഴെ വീഴും. തീർച്ചയായിട്ടും എല്ലാവരുടെയും മൂടും മരികളെ. അപ്പൊ മൈക്കിന് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും അത് കാണാം. തുപ്പല്ലേന്ന് നിന്നോടല്ലേ പറഞ്ഞ തുപ്പല്ലെന്ന്. ദൈവം എന്തൊരു വിധിയാണിത്. കലോത്സവത്തിന് പോകണമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞതാ മിമിക്രി നടക്കുന്ന വേദിയിലേക്കൊന്നും എന്നെ പറഞ്ഞേക്കരുതെന്ന്. ഇതാകെ നനഞ്ഞ് നാശമായി. പറഞ്ഞിട്ടും കാര്യമില്ല, നമ്മുടെ കുട്ടികളല്ലേ, അവരെയും കുറ്റം പറയാൻ കഴിയില്ലല്ലോ. വളരെ കഷ്ടപ്പെട്ട് ഓരോന്ന് പഠിച്ച് വേദിയിലെത്തുമ്പോൾ എങ്ങനെയെങ്കിലും ശബ്ദം നേരാക്കാനല്ലേ അവർ നോക്കൂ. എന്നാലും നല്ല സങ്കടമുണ്ട് കേട്ടോ. ഞാൻ കരുതി ഇക്കുറിയെങ്കിലും പുതിയ ഐറ്റങ്ങളുമായി കുട്ടിത്താരങ്ങൾ എത്തുമെന്ന്. ഇത് വെറുതെ കഴിഞ്ഞ 63 വർഷമായി കേൾക്കുന്ന അതേ ഐറ്റങ്ങൾ തന്നെ മാറിയും മറിച്ചു. ഈ ട്രെയിനും ഹെലികോപ്റ്റർ ഒന്നും ഇല്ലെങ്കിൽ മിമിക്രി നടക്കൂലേ? എനിക്കറിയാൻ പാടാത്തോണ്ട് ചോദിച്ചതാ. ഇത് കണ്ടു മടുത്തടേ. എന്നാണ് ഇനി ഇതിനൊരു മാറ്റം? എന്തായാലും ചിലരോട് തീർത്താൽ തീരാതെ നന്ദിയുണ്ട് കേട്ടോ. DJ ആണെങ്കിലും പുതിയ മാറ്റങ്ങളുമായി നിങ്ങൾ എത്തിയല്ലോ, അതാണ് ഒരു ആശ്വാസം. സങ്കടം കൊണ്ട് പറഞ്ഞത് കേട്ടോ കൂട്ടുകാരെ. ഉള്ളിൽ സങ്കടം ഉണ്ടെങ്കിലും നിങ്ങളുടെ ശബ്ദം ഞാൻ നല്ല ഉച്ചത്തിൽ തന്നെ പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതോർത്ത് ആരും വിഷമിക്കേണ്ട. നമ്മുടെ തൃശ്ശൂർ എങ്ങനെ പൊളിയല്ലേ? ഞാൻ വിഷമിച്ചതോ വിഷമിച്ചു എന്ന് കരുതി നിങ്ങൾ ആരും വിഷമിക്കണ്ട കേട്ടോ. അപ്പോൾ ശരി കടികളെ, അടുത്ത തവണ കാണാം. മിമിക്രി വേദിയിൽ നിന്നും എന്നെ പകർത്തിയ മനോജ് പേരമ്പറയ്ക്കും ശബ്ദം നൽകിയ അജയ്നാഥിനുമൊക്കെ അമൃത ന്യൂസിന് വേണ്ടി നിങ്ങളുടെ സ്വന്തം മൈക്ക്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ എന്താണ് ഒരുപാട് ഇനങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ ഇന്നലെ നടന്ന വേറൊരു പ്രധാനപ്പെട്ട ഐറ്റം ആയിരുന്നു ദേശഭക്തി ഗാനം അല്ലേ? ദേശഭക്തി ഗാനം നമ്മുടെ ഒരുമയുടെയും ഐക്യദാർഢ്യവും ഒക്കെ പ്രകടിപ്പിക്കുന്ന കാര്യങ്ങളാണ് ദേശഭക്തി ഗാനങ്ങൾ. പ്രത്യേകിച്ച് രാജ്യത്തിൻ്റെ ഒരു ഐക്യവും അഖണ്ഡതയും ഒക്കെ ഇത്തരം ഗാനങ്ങളിലും ഇത്തരം സംഗീത രൂപങ്ങളിലൂടെയൊക്കെയാണ് ജനങ്ങളിലേക്ക് എത്തുന്നത്. ജനഗണമന കേൾക്കുമ്പോൾ നമുക്കറിയാം എഴുന്നേറ്റ് നിൽക്കണമല്ല, മാത്രമല്ല നമ്മുടെ മനസ്സിലോട്ട് ബാക്കി എന്ത് വികാരങ്ങളാണെങ്കിലും നമ്മളെ ഒരുമിപ്പിക്കുന്ന ഒരു ഘടകം അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ദേശഭക്തി ഗാനം അത്തരത്തിൽ ഒരു രാജ്യത്തിൻ്റെ താല്പര്യത്തിന് എത്രത്തോളം സജീവമായ സാന്നിധ്യം പകരുന്ന സാധനമാണ്. എന്തായാലും ആ ഒരു കലാരൂപത്തിലേക്ക് നമുക്കൊന്ന് പോകാം. അതിൻ്റെ അവരത് പ്രത്യേകിച്ച് ഇടമൊന്നുമില്ല. അതാണ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ ഡാൻസ് പോലെയൊന്നുമില്ല. ഡാൻസിന് പ്രത്യേകിച്ച് ഒരു സ്പേസ് ഒക്കെ വേണം എന്ന് ചെയ്യാൻ, കുറച്ച് പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പ് ഐറ്റം ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ. പക്ഷേ ദേശഭക്തി ഗാനമാണെങ്കിൽ കുട്ടികൾക്ക് അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ അങ്ങനെ സ്ഥലമൊന്നുമില്ല. ഇതിന്റെ ഒരു നേരത്തെ പറഞ്ഞ ഊർജ്ജത്തിലാണ് കാര്യം, ഒരു സ്പിരിറ്റ് ആണ്. എവിടെ നിന്നാണെങ്കിലും ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യും, അല്ലെങ്കിൽ ഞങ്ങൾ ഇത് പഠിച്ചിട്ട് വരും എന്നുള്ള കുട്ടികളുടെ ഒരു ആവേശം. ആ ഒരു ആവേശമാണ് ഇപ്പോൾ സ്റ്റോറി ആയിട്ട് വന്നിരിക്കുന്നത്. ദേശഭക്തിയാണ് നടക്കുന്നത് വൈകുന്നേരം 5 മണിക്ക്. എന്നാൽ നേരത്തെ എത്തിയ പാലക്കാട് എന്നുള്ള സംഘത്തിന് വെറുതെ ഇരിക്കാൻ തോന്നിയില്ല. മിമിക്രി നടക്കുന്ന വേദി 4-ൽ ചുറ്റും ശബ്ദ കോലാഹലം.
സ്വസ്ഥമായി ഒന്ന് പാടി പരിശീലിക്കാൻ ഒരിടമില്ല. പിന്നെ ഒന്നും നോക്കിയില്ല. വേദിയിൽ കയറും മുൻപുള്ള ആ പിന്നാമ്പുറ കാഴ്ച ടൗൺ ഹാളിന്റെ പിന്നാമ്പുറത്ത് തന്നെ ഒരുക്കിയവർ. മരക്കൊമ്പിലും മതിലിന്റെ പുറത്തും ഇരുന്നവർ ഒരേ സ്വരത്തിൽ പാടി, ഉറച്ച ആത്മവിശ്വാസത്തോടെ. പറഞ്ഞു വന്നത് 4 പെൺകുട്ടികളെ കുറിച്ചാണ്. പാലക്കാട് നിന്നെത്തിയ സാനിയ, മീര, നന്ദിത, ശ്രേയ. ഈ 4 സംഘമാണ് ഒരുമയുണ്ടെങ്കിൽ ഉലക്കപ്പുറത്തുമെന്ന ചൊല്ലിനെ അന്വർത്ഥമാക്കിയ താരങ്ങൾ. എവിടെയാണ് ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഇപ്പോൾ സ്കൂളിലാണെങ്കിൽ തന്നെ ഭയങ്കര ക്രൗഡുള്ള സ്ഥലത്ത് ഞങ്ങൾ ഒറ്റപ്പെട്ട് വല്ല തോട്ടത്തിലേക്കൊക്കെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ സ്ഥലം ഒന്നും ഞങ്ങൾക്കില്ല. ഇവിടെ ഞങ്ങൾക്ക് കുറച്ച് കാമായിട്ടുള്ള സ്ഥലം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. എല്ലാവരും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മതിയല്ലോ. ഒരേ മനസ്സാണ്, ഒരേ ലക്ഷ്യവും. ദേശഭക്തി ഗാനത്തിൽ A ഗ്രേഡ് കരസ്ഥമാക്കുക. അവരുടെ ആ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ പരിമിതികൾ പോലും തോറ്റുമടങ്ങി. 7 പേരടങ്ങുന്ന സംഘത്തിലെ 4 പേർ മാത്രമാണ് പരിപാടി ആരംഭിക്കുന്നതിനും മണിക്കൂറുകൾക്ക് മുൻപ് വേദിയിലെത്തിയത്. സമയത്തിന്റെ വിലയേറിയാവുന്നവർ അതുകൊണ്ട് തന്നെ വെറുതെ ഇരുന്നില്ല. പഠിച്ചത് ഒരിക്കൽ കൂടി പാടി ഉറപ്പിക്കുകയാണ്. പോരായ്മകളെ പാടി തോൽപ്പിക്കുകയാണ്. ഒപ്പം ഒരുമയുടെ ഉറച്ച ലക്ഷ്യത്തിന്റെ സന്ദേശവും പകർന്നു നൽകുകയാണ്. കലോത്സവ വേദിയിൽ നിന്നും മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്. നമ്മുടെ കുട്ടികളും ഈ കലോത്സവത്തിൽ സജീവമായിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾ എന്ന് പറയുമ്പോൾ അമൃത വിദ്യാലയത്തിലെ കൊല്ലം പാരിപ്പള്ളി അമൃത വിദ്യാലയത്തിലെ കുട്ടികൾ എല്ലാ വർഷവും മുടങ്ങാതെ കലോത്സവത്തിന് എത്താറുണ്ട്. പഞ്ചവാദ്യത്തിൽ മിടുക്കന്മാരായി നല്ല പ്രകടനം കാഴ്ചവെക്കാറുണ്ട്. വെറും എക്സ്പീരിയൻസ് ഒന്നുമല്ല, 35 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അവർക്ക്. ഈ ഒരു പീരീഡിൽ അവർ തുടർച്ചയായിട്ട് ഈ പഞ്ചവാദ്യത്തിൽ കിടിലങ്ങളാണ്. അതായത് അമൃത വിദ്യാലയത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല കലാപ്രവർത്തനങ്ങളിലും മുൻപന്തിയിൽ നിന്ന് മുന്നേറുകയാണ്. സമൂഹത്തിന് നല്ല മാതൃകകൾ പകർന്നാണ് മുന്നേറുന്നത്. പഞ്ചവാദ്യ വിശേഷങ്ങൾ അമൃത വിദ്യാലയത്തിൻ്റെ. പാരിപ്പള്ളി അമൃത വിദ്യാലയത്തിലെ ചുണക്കുട്ടികൾ പഞ്ചവാദ്യവേദിയിലെത്തിയപ്പോൾ സദസ്സാകെ ആവേശത്തിലായി. പിന്നീട് 20 മിനിറ്റോളം അവരുടെ തകർപ്പൻ പ്രകടനമായിരുന്നു. കണ്ണിമ വെട്ടാതെ കാതോർത്ത് കാണികളിരുന്നു. തുടർച്ചയായി 35 വർഷം പാരിപ്പള്ളി അമൃത വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ പഞ്ചവാദ്യവേദിയിലെത്തുന്നുണ്ട്. മികച്ച പ്രകടനം കാഴ്ചവെച്ച് കാണികളെ അമ്പരപ്പിച്ചാണ് ഇന്നുവരെ മടങ്ങിയിട്ടുള്ളത്. ഇത്തവണയും വിദ്യാർത്ഥികൾ ഉഷാറാണ്. മത്സരം കൊള്ളായിരുന്നു. പിന്നെ അമ്മയുടെ അനുഗ്രഹവും പിന്നെ നമ്മളെപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന് പിന്നെ മാഷുമാരും കുറേ പ്രാവശ്യം വന്ന് നമ്മളെ കൊട്ടിപ്പിച്ച് നന്നായി എല്ലാവരും കൊട്ടി. വിദ്യാർത്ഥികളെ ഓർത്ത് പഞ്ചവാദ്യം അധ്യാപകനായ മടിയൻ രാധാകൃഷ്ണന്മാരാർക്കും അഭിമാനമാണ്. 36 വർഷമായിട്ട് ഞാൻ അവിടെ പാരിപ്പള്ളി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവരുന്നതാണ്. സ്റ്റേറ്റിൽ പണ്ടൊക്കെ പ്ലേസ് തന്നെ ലഭിച്ചിരുന്നു. സെക്കൻഡ് പ്രൈസ് വരെ ലഭിച്ച വർഷമുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഗ്രേഡ് ഏർപ്പെടുത്തിയതിന് ശേഷം എല്ലാ വർഷവും A ഗ്രേഡ് ലഭിക്കുന്നുണ്ട്. ഇതൊക്കെ ആ സ്കൂളിലെ സാറന്മാരുടെയും പാരൻസിൻ്റെയും സ്വാമിമാരുടെയൊക്കെ വളരെ അക്ഷീണ പ്രയത്നം കൊണ്ട് മാത്രമാണ് ഇതൊക്കെ സംഭവം നടന്നു പോകുന്നത്. ചിട്ടയായ പരിശീലനവും പഞ്ചവാദ്യത്തോടുള്ള താല്പര്യവുമാണ് വേദിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ വിദ്യാർത്ഥികൾക്ക് മുതൽക്കൂട്ടായത്. അമൃത ന്യൂസ്, തൃശൂർ. വിജയൻ, എന്തായാലും കലോത്സവ വിശേഷങ്ങൾ തീരുന്നില്ല. 18-ാം തീയതി വരെ അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. തുടങ്ങിയിട്ടേ ഉള്ളൂ, ഒന്നും തുടങ്ങിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ജനപ്രിയ ഇനങ്ങൾ വരാനിരിക്കുന്നു, പ്രതിഭകൾ എത്താനിരിക്കുന്നു. ഒരു കാര്യം പോയിന്റ് ഇതിൽ അറിയേണ്ടിയിരിക്കുന്നു. അതെ, ഇപ്പോഴും പോയിന്റ് നില അറിയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഇന്നത്തെ കണ്ണൂരാണ് നിൽക്കുന്നത്. ഇന്ന് കണ്ണൂരിൽ നിന്ന് ഇത് ഈ രീതിയിൽ തന്നെ അവസാനിക്കുമ്പോഴും ഇന്നത്തെ ദിവസം അവസാനിക്കുമ്പോഴും ഈ 1ാം സ്ഥാനം നിലനിർത്താൻ കഴിയുമെന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ചില മത്സരങ്ങൾ വൈകുന്നുണ്ട്. ഇന്ന് അർബനമുട്ട് അവസാനിച്ചപ്പോൾ ഇന്ന് വെളുപ്പിനെ 3:50 പണിയനൃത്തം അവസാനിച്ചപ്പോൾ 2:55 സംഘനൃത്തം അവസാനിച്ചപ്പോൾ 2:56 നാടകം അവസാനിച്ചപ്പോൾ രാത്രി 1:30 അപ്പോൾ വൈകാതെ മത്സരങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളത് സംഘാടകരെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വളരെ ടാസ്ക്കാണ്, ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. തീർച്ചയായും നമ്മൾ ഇനിയും തുടർന്നുള്ള വാർത്തകളിൽ യൂട്യൂബ് വാർത്തകളിലൊക്കെ വളരെ സജീവമായി തന്നെ നമ്മളുണ്ടാവും. തൽക്കാലം ഇവിടെ നിന്ന് തൽക്കാലത്തേക്ക് ഒരു ബ്രേക്ക് അത്രേ ഉള്ളൂ. പക്ഷേ നമ്മൾ കലോത്സവത്തിന്റെ മുഴുവൻ സത്തയുമായി അടുത്ത ബുള്ളറ്റിനുകൾ തിരിച്ചെത്തും. ഇതാണ് കലോത്സവ നഗരിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇങ്ങനെ കലയരങ്ങി ഇങ്ങനെ കൊട്ടിക്കയറുകയാണ്. 2ാം ദിനമാണ്. ഇനിയും വലിയ വിശേഷങ്ങൾ വരാനുണ്ട്. എന്നാലും അതിനു മുൻപ് ശബരിമല വാർത്തകൾ നോക്കാം. ശരണാമൃതം പവേർഡ് ബൈ ധനലക്ഷ്മി ബാങ്ക്. ബാങ്കിംഗ് ഓൺ റിലേഷൻഷിപ്സ് ഫോറെവർ. സ്വാമിയേ
ശബരിമലയിൽ മകരവിളക്ക് ദർശിച്ച അയ്യപ്പ ഭക്തരുടെ മടക്കയാത്ര തുടരുന്നു. പമ്പയിലെ തിരക്കിന് രാവിലെ നേരിയ ശമനമായി. അതേസമയം സന്നിധാനത്ത് മകരസംക്രമത്തോടനുബന്ധിച്ച് പൂജകൾ തുടരുകയാണ്. ഇന്ന് മണിമണ്ഡപത്തിൽ വില്ലാളി വീരന്റെ ഭാവത്തിലുള്ള കളമെഴുതി പൂജകൾ നടക്കും. രജിത് കുമാർ ചേരുകയാണ്. രജിത്ത്, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് എത്രത്തോളം ഭക്തിസാന്ദ്രമായിരുന്നു സന്നിധാനം എന്നുള്ളത്. എന്തായാലും ഭക്തർ ആ ഒരു ദർശനം നടത്തി സായുജ്യമടഞ്ഞ് മടങ്ങുകയാണ്. ഒപ്പം തന്നെ ഇന്ന് എന്തൊക്കെ പൂജകളും മറ്റു കാര്യങ്ങളുമാണ് ഇന്ന് സന്നിധാനത്ത് ഉണ്ടാവുക? ശബരിമലയിൽ അയ്യപ്പ ഭക്തരുടെ ദർശനം തുടരുന്നുണ്ട്. ഇന്നലെ മകരവിളക്ക് കണ്ടിറങ്ങിയ അയ്യപ്പ ഭക്തർ ഇപ്പോഴും പമ്പയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അയ്യപ്പ ഭക്തർ ഇന്നലെ വലിയൊരു വിഭാഗം അയ്യപ്പ ഭക്തർ പമ്പയിലേക്ക് പോയി. പമ്പയിൽ വലിയൊരു തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. അത് ഇന്ന് രാവിലെയോടുകൂടി മാത്രമാണ് നിയന്ത്രണ വിധേയമായിരിക്കുന്നത്. എന്തായാലും പമ്പയിൽ നിന്ന് അയ്യപ്പ ഭക്തർക്ക് മടങ്ങുന്നതിനായി പ്രത്യേകം KSRTC സർവീസുകളടക്കം സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു. അവയൊക്കെ പ്രയോജനപ്പെടുത്തിയ അയ്യപ്പ ഭക്തർ മകരവിളക്ക് ദർശിച്ച അയ്യപ്പ ഭക്തർ വീടുകളിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സന്നിധാനത്തും തമ്പടിച്ചിരുന്ന അയ്യപ്പ ഭക്തരും ഇപ്പോൾ സന്നിധാനത്ത് നിന്നും പമ്പയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. അതേ സമയത്ത് തന്നെ ശബരിമലയിൽ പൂജകൾ തുടരുകയാണ്. ശബരിമലയിൽ അയ്യപ്പ ഇപ്പോൾ രാവിലെ ഉഷപൂജ അടക്കം ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. തുടർ പൂജകളുമുണ്ട്. ഇന്ന് മകരവിളക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പൂജകളും മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള പൂജകളും ശബരിമലയിൽ തുടരുന്നുണ്ട്. അത് പ്രത്യേക പൂജകൾ നടക്കുന്നത് മണിമണ്ഡപത്തിലാണ്. മണിമണ്ഡപത്തിൽ കളമെഴുതിയുള്ള പൂജകളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ബാലഭാവത്തിലുള്ള അയ്യപ്പന്റെ കളമെഴുതി പൂജകൾ നടന്നു. ഇന്ന് വില്ലാളി വീരന്റെ ഭാവത്തിലുള്ള അയ്യപ്പന്റെ കളമെഴുതിയുള്ള പൂജകളാണ് ഇന്ന് പുരോഗമിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് അനുബന്ധ പൂജകളടക്കം ഇവിടെ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് തന്നെ അയ്യപ്പ ഭക്തർ ശബരിമലയിൽ വലിയൊരു തിരക്കൊന്നും നമുക്ക് രാവിലെ ദർശിക്കാൻ കഴിയുന്നില്ല. എന്തുതന്നെയായാലും അയ്യപ്പ ഭക്തർ തുടർച്ചയായി എത്തി ദർശനം നടത്തി മടങ്ങുകയാണ്. ഇന്നു മുതൽ 50,000-ഓളം അയ്യപ്പ ഭക്തർക്കാണ് ശബരിമലയിൽ ദർശനത്തിന് അനുമതിയുള്ളത്. അതുകൊണ്ട് തന്നെ വലിയൊരു തിരക്ക് അനുഭവപ്പെടാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മുൻ ദിവസങ്ങളിലൊക്കെയും 70,000 ഒപ്പം അതുപോലെ തന്നെ 30,000 അയ്യപ്പ ഭക്തരൊക്കെ എത്തും എന്ന് പറയുന്ന സമയത്ത് പോലും 1,00,000-ലധികം അയ്യപ്പ ഭക്തർ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയ്യപ്പ ഭക്തർ തുടർച്ചയായി എത്തും. വൈകിട്ടോടു കൂടി മാത്രമേ കൃത്യമായ കണക്കുകൾ നമുക്ക് ലഭ്യമാകുകയുള്ളൂ. എന്തിനായാലും തുടർച്ചയായി ശബരിമലയിൽ അയ്യപ്പ ഭക്തരുടെ വരവ് തുടരുന്നു. അതേ സമയത്ത് തന്നെ മകരവിളക്ക് ദർശിച്ച ശേഷം അയ്യപ്പ ഭക്തർ പമ്പയിലേക്ക് മടങ്ങി വീടുകളിലേക്ക് മടങ്ങുന്നതും തുടരുകയാണ്. മറ്റു പൂജകൾ ശബരിമലയിലും അതുപോലെ തന്നെ മണിമണ്ഡപത്തിലുമായി മകരവിളക്കിനോടനുബന്ധിച്ചുള്ള മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ചുള്ള പൂജകൾ തുടരുകയാണ്. ശരി, എന്നാൽ മകരവിളക്ക് തൊഴുത് ഭക്തർ മടങ്ങുകയാണ്. ഒപ്പം തന്നെ മറ്റ് പൂജകൾ ഇപ്പോഴും അവിടെ പുരോഗമിക്കുന്നുണ്ട്. ചെറിയ തിരക്കിൽ ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട്. പക്ഷേ നിയന്ത്രണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. രജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഈ ശബരിമലയിൽ ഭക്തലക്ഷങ്ങൾ മകരവിളക്ക് മഹോത്സവത്തിൽ പങ്കെടുത്ത് സായുജ്യമടയുമ്പോൾ അതിന് കഴിയാത്ത ഒട്ടേറെ ഭക്തർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അയർലൻഡിലെ മലയാളി ഭക്തർ ഡബ്ലിനിൽ തങ്ങൾ ആചാരപൂർവ്വം സ്ഥാപിച്ച അയ്യപ്പ ക്ഷേത്രത്തിൽ മകരവിളക്ക് മഹോത്സവവും മകരവിളക്ക് ദർശനവും ഒരുക്കിയാണ് പതിവ് തെറ്റാതെ ഇത്തവണയും മകരവിളക്ക് ആഘോഷിച്ചത്. ഹരിവരാസനം പാടി നടയടച്ചതോടെയാണ് മഹോത്സവം സമാപിച്ചത്. ലോകത്തെവിടെയാണെങ്കിലും മകരവിളക്കിന് അയ്യപ്പ ഭക്തരുടെ മനസ്സ് ശബരിമല സന്നിധാനത്തെത്തണമെന്നാണ്. എന്നാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർക്ക് അതിന് കഴിയാറില്ല. തങ്ങൾ ജീവിക്കുന്ന നാട്ടിൽ അയ്യപ്പ ക്ഷേത്രം നിർമ്മിച്ച് മകരവിളക്ക് ആഘോഷിക്കുകയാണ് മിക്കവരും. ഇത്തരത്തിലുള്ള അയ്യപ്പ ക്ഷേത്രമാണ് അയർലൻഡിലെ ഡബ്ലിനിലുള്ളത്. അയർലൻഡിലെ ആദ്യ ഹിന്ദുമത കൂട്ടായ്മയായ സദ്ഗമയുടെ നേതൃത്വത്തിലായിരുന്നു അയ്യപ്പ ക്ഷേത്രത്തിൽ മകരവിളക്ക് മഹോത്സവവും മകരജ്യോതി ദർശനവും സംഘടിപ്പിച്ചത്. കൊടും തണുപ്പിലും ക്ഷേത്രത്തിലെത്തിയ നൂറുകണക്കിന് ഭക്തരുടെ ശരണം വിളികളാൽ മുഖരിതമായിരുന്നു അയർലൻഡിലെ അയ്യപ്പ ക്ഷേത്രം. ശബരിമല ക്ഷേത്രത്തിന്റെ മാതൃകയിൽ നിർമ്മിച്ച ക്ഷേത്രവും കൊടിമരവും 18-ാം പടിയും യൂറോപ്പിലെ മറ്റ് അയ്യപ്പ ക്ഷേത്രങ്ങളിൽ നിന്നും ഡബ്ലിനിലെ അയ്യപ്പ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നു. ഋഗ്വേദാചാര്യർ ഇടശ്ശേരി രാമൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു മകരവിളക്ക് കൊടിയേറ്റ്. ശബരിമല ക്ഷേത്രത്തിലെ പൂജാക്രമത്തിലായിരുന്നു ചടങ്ങുകൾ. ഉഷപൂജ, നെയ്, ഭസ്മം, പനിനീർ അഭിഷേകങ്ങൾ, നീരാഞ്ജനം, പടിപ്പൂജ, പടിപ്പാട്ട്, മഹാദീപാരാധന, മകരവിളക്ക് ദർശനം തുടങ്ങിയ ചടങ്ങുകളോടെയായിരുന്നു ആഘോഷം. സദ്ഗമയുടെ ഭക്തിനിർഭരമായ ഭജനയും ഉണ്ടായിരുന്നു. അയ്യപ്പ ഭക്തിഗാന നൃത്താവിഷ്കാരവും ചിന്തുപാട്ടും ആഘോഷങ്ങളുടെ ഭാഗമായി. പ്രസാദ വിതരണവും അന്നദാനവും ആഘോഷത്തിന്റെ ഭാഗമായി നടത്തി. ഡബ്ലിൻ അയ്യപ്പ ക്ഷേത്ര നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ പ്രിയൻ ഇളവുങ്കൽ, രമ്യ പ്രിയൻ എന്നിവരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.
ഇനി മറ്റു വാർത്തകളിലേക്കാണ്. ഇടുക്കി ജില്ലയിലെ മാതൃകാ കർഷകനായ കൃഷ്ണൻ കണ്ടമംഗലത്തിന്റെ കൃഷിയിടം ഒരു കാർഷിക സർവകലാശാല കൂടിയാണ്. രാജാക്കാട് സ്വദേശിയായ ഈ കർഷകൻ 90-ലേറെ ഇനം പച്ചക്കറികളാണ് കഴിഞ്ഞ 44 വർഷമായി നട്ടുപരിപാലിക്കുന്നത്. വ്യത്യസ്തമായ കൃഷിരീതികൾ കാണാനും പഠിക്കാനും നിരവധി ആളുകളാണ് ഈ കൃഷിയിടത്തിലേക്ക് എത്തുന്നത്. തന്നാണ്ട് വിളകളാണെങ്കിലും ഏതെങ്കിലും ഒരു കൃഷി മാത്രം നടത്തിയാൽ അത് പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. ഈ തിരിച്ചറിവാണ് കൃഷ്ണൻ കണ്ടമംഗലത്തിനെ വ്യത്യസ്തമായ കൃഷിരീതിക്ക് പ്രേരിപ്പിച്ചത്. കപ്പയും വാഴയും പാവലും പരിപാലിക്കുന്നതിനൊപ്പം ഇടവിളയായി 56 ഇനം പച്ചക്കറികളും സമൃദ്ധമായി നട്ടുപരിപാലിക്കുന്നു. കൃഷിച്ചെലവിനുള്ള പണം ഇടവിളകളിൽ നിന്ന് ലഭിക്കും. അതുകൊണ്ട് തന്നെ വിലയിടിവ് നേരിടുന്ന സമയത്തും ഇദ്ദേഹത്തിന് കൃഷി നഷ്ടമാകാറില്ല. എല്ലാ കൃഷിയും നഷ്ടത്തിൽ വരികയല്ല. നമുക്ക് ചില ഐറ്റങ്ങളിൽ നഷ്ടം വരും. അത് നമ്മൾ ഇതിനോട് തുടർന്ന് നമ്മൾ കൊണ്ടുപോകും. വാഴ ലാഭമാണ്, പാവൽ ലാഭമാണ്, കപ്പ ലാഭമാണ്, വൈലറ്റ് കാബേജ് ഇങ്ങനെയുള്ളതിനെല്ലാം വില കിട്ടും. ലെറ്റ്യൂസിന് വിലയില്ല. നെൽകൃഷി നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയതോടെയാണ് ഹൈറേഞ്ചിലെ കർഷകർ പാടശേഖരങ്ങളിൽ കപ്പയും വാഴയും ഉൾപ്പെടെയുള്ള തന്നാണ്ട് വിളകൾ നട്ടുപരിപാലിക്കാൻ തുടങ്ങിയത്. എന്നാൽ വിളവെടുപ്പ് സമയത്തുണ്ടാകുന്ന വിലയിടിവ് വാഴ, പാവൽ തുടങ്ങിയ കൃഷികൾക്ക് പലപ്പോഴും വെല്ലുവിളിയാകും. ഈ സാഹചര്യത്തിലാണ് സ്ഥലം പാഴാക്കാതെയുള്ള ഇടവിള കൃഷിയുമായി കൃഷ്ണൻ കണ്ടമംഗലത്ത് രംഗത്തെത്തിയത്. വാഴയ്ക്ക് ഇടവിളയായി കൂർക്ക, പയറ്, ബീൻസ് എന്നിവയാണെങ്കിൽ പാവൽ തോട്ടത്തിൽ സമൃദ്ധമായി വിളയുന്നത് കാബേജും കെയിൽ, ലെറ്റ്യൂസ്, ചൈനീസ് ക്യാബേജ് എന്നിവയുമൊക്കെയാണ്. ഒപ്പം ജമന്തി കൃഷിയും പാവൽ തോട്ടത്തിൽ സജീവം. രാവിലെ 6 മണിക്ക് കൃഷിയിടത്തിലെത്തിയാൽ വൈകിട്ട് 6 മണിക്കാണ് മടക്കം. വ്യത്യസ്തമായ കൃഷിരീതിക്കൊപ്പം കഠിനമായ പരിശ്രമം കൂടി വേണമെന്നാണ് ഇവരുടെ അഭിപ്രായം. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റ് ഇന്ന് തുടങ്ങുകയാണ്. സിംബാബ്വേയിലും നമീബിയയിലുമായിട്ടാണ് മത്സരങ്ങൾ നടക്കുക. ആദ്യ മത്സരത്തിൽ കരുത്തരായ ഇന്ത്യ അമേരിക്കയെ നേരിടും. വൈഭവ് സൂര്യവംശി ഉൾപ്പെടെയുള്ള താരങ്ങളാൽ സമ്പന്നമായ ഇന്ത്യ കിരീട പ്രതീക്ഷയോടെയാണ് ഇന്നിറങ്ങുന്നത്. മലയാളികളായ ആരോൺ ജോർജും മുഹമ്മദ് ഇനാനും ടീമിലുണ്ട്. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കലോത്സവത്തിൻ്റെയൊക്കെ തന്നെ നിരവധി വാർത്തകളുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.